സുപ്രീം കോടതിയുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഭരണത്തിലെ ഇടപെടലുകൾ, പാർലമെന്റ് കാര്യങ്ങളിലെ ഇടപെടലുകൾ, ഇതിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ജഗദീപ് ധൻഖർ ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. ജഗദീപ് ധൻഖർ സുപ്രീം കോടതിക്ക് ഒരു സൂചന കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതി ജനാധിപത്യത്തിനെതിരെ ഒരു ആണവ മിസൈൽ പോലെയാണ് സെക്ഷൻ 142 ഉപയോഗിക്കുന്നത് എന്നാണ് കൃത്യമായി ഇപ്പോൾ ഉപരാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജഡ്ജിമാർ നിയമങ്ങൾ നിർമ്മിക്കും, പക്ഷേ അവർക്ക് ഉത്തരവാദിത്തം ഒന്നും തന്നെ ഇല്ല എന്നാണ് ജഗദീപ് ധൻഖർ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർലമെന്റിൽ നിർമ്മിച്ച ഒരു നിയമം, ആ നിയമം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം പാർലമെന്റിനാണ്. എന്നാൽ സുപ്രീം കോടതി ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ജഡ്ജിമാർക്ക് തീരെ ഇല്ല എന്നാണ് ജഗദീപ് ധൻഖർ നമ്മുടെ ഉപരാഷ്ട്രപതി പറയുന്നത്. ബില്ലുകൾ അംഗീകരിക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച സമയപരിധി നിശ്ചയിച്ചത് വലിയ വിവാദമായിരുന്നു. അതായത് ഗവർണർക്ക് ഒരു ബില്ല് സംസ്ഥാനം ഗവർണർക്ക് അയച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് ഉടനെ തന്നെ അംഗീകരിക്കണം, അതിന് ഇത്ര സമയമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പോരാത്തതിന് രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ഒരു ശാസന പോലെ പറഞ്ഞിരുന്നു. 3 മാസത്തിനകം രാഷ്ട്രപതി ബില്ലുകൾ അംഗീകരിക്കണം, തീർപ്പാക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സുപ്രീം കോടതിക്ക് നേരെ വന്ന ഒരു ചോദ്യമാണ്, സുപ്രീം കോടതിയിൽ വരുന്ന കേസുകൾ നിങ്ങൾക്ക് 3 മാസത്തിനകം തീർപ്പാക്കാൻ സാധിക്കുമോ? അത് പറ്റില്ല, ഞങ്ങൾക്ക് 30 വർഷമെങ്കിലും സുപ്രീം കോടതിയിൽ വരുന്ന കേസുകൾ അവിടെ കെട്ടിക്കിടക്കുക തന്നെ വേണം എന്നുള്ള നയമല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് സുപ്രീം കോടതിക്ക് നേരെ ഒരു വിമർശനം വന്നിരുന്നു. പക്ഷെ രാഷ്ട്രപതിക്ക് നേരെ ശാസന കൊടുക്കാൻ സുപ്രീം കോടതിക്ക് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യങ്ങളും അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഈ വിഷയത്തിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ധൻഖർ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതികൾക്ക് രാഷ്ട്രപതിക്ക് ഉത്തരവ് നൽകാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതികൾ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന ഒരു ജനാധിപത്യം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജഡ്ജിമാർ ഒരു സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കണം. ഭരണഘടനയുടെ 142 വകുപ്പ് പ്രകാരം കോടതികൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ജനാധിപത്യ ശക്തികൾക്കെതിരെ 24/7 ലഭ്യമായ ആണവ മിസൈലുകളായി മാറിയിരിക്കുന്നു എന്നാണ് ജഗദീപ് ധൻഖർ പറയുന്നത്. രാജ്യസഭ ഇന്ത്യനുകളുടെ ഒരു സംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇക്കാര്യം പറയുന്നത്. സമീപകാല തീരുമാനം രാഷ്ട്രപതിയെ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്ത് പദവിയാണ്, രാഷ്ട്രപതിക്ക് എന്ത് റെസ്പെക്റ്റ് ആണ് നൽകുന്നത് എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കും എന്നാണ് ഇപ്പോൾ ജഗദീപ് ധൻഖർ പറയുന്നത്. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? ഭരണഘടനാ പരിധികളുടെ ലംഘനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് സന്നിഹിതരായവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സ്ഥാനം വളരെ ഉയർന്നതാണെന്നും മറ്റുള്ളവർ ഭരണഘടന പിന്തുടരാൻ മാത്രമാണ് പ്രതിജ്ഞ എടുക്കുന്നതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ പ്രസിഡന്റിന് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അദ്ദേഹം ചോദിച്ചു. ഭരണഘടനാ വ്യവസ്ഥകൾ ഉദ്ധരിച്ച് അത്തരം കേസുകളിൽ ആർട്ടിക്കിൾ 145(3) പ്രകാരം ഭരണഘടന വ്യാഖ്യാനിക്കാൻ ജുഡീഷ്യറിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതും 5 അതിലധികമോ ജഡ്ജിമാരുടെ ബെഞ്ചാണ് ഈ തീരുമാനമെടുക്കേണ്ടത്. ജനാധിപത്യ ശക്തികൾക്കെതിരായ ഒരു ആണവ മിസൈലായി 142 ഉപയോഗിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണെന്നും ഇപ്പോൾ ജഗദീപ് ധൻഖർ പറയുന്നുണ്ട്. സുപ്രീം കോടതി ഉത്തരവിനെ കുറിച്ചും ഉപരാഷ്ട്രപതി പറയുന്നുണ്ട്. ഒരു സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്ന ഒരു ജനാധിപത്യം ഞങ്ങൾ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ജുഡീഷ്യൽ കടന്നുകയറ്റത്തിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജുഡീഷ്യറിയെ പരിഹസിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്ന എക്സിക്യൂട്ടീവിനെ പോലെ പ്രവർത്തിക്കുന്ന, സൂപ്പർ പാർലമെന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ജഡ്ജിമാർക്ക് യാതൊരു ഉത്തരവാദിത്വവും നിയമം നിർമ്മിക്കുന്നതിൽ, ആ നിയമത്തിന്റെ മറ്റ് പ്രത്യാഘാതങ്ങളിലില്ല. കാരണം രാജ്യത്തെ നിയമം അവർക്ക് ബാധകമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തെ ജഡ്ജിമാർക്ക് ബാധകമല്ല എന്നും ഇപ്പോൾ ഉപരാഷ്ട്രപതി പറയുന്നു. എന്തായാലും ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെടുത്ത കേസിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ചോദ്യം, വ്യക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉപരാഷ്ട്രപതി. എന്തുകൊണ്ട് അത് ചെയ്തില്ല? നിങ്ങൾ ജഡ്ജിമാർക്ക് നിയമം ബാധകമല്ലേ എന്നും ധൻഖർ ചോദിക്കുന്നു. ഭരണഘടനയിൽ ജഡ്ജിമാർക്ക് പ്രതിരോധ ശേഷി നൽകിയിട്ടുണ്ടോ എന്നും ധൻഖർ ചോദിക്കുന്നു. സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറി എന്നത് അന്വേഷണങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിലേക്ക് തുളച്ചു കയറാൻ കഴിയാത്ത ഒരു തരം കവചമല്ല എന്നും കൃത്യമായി പറയുന്നുണ്ട്. മാർച്ച് 14 ദുലേതി ദിവസം രാത്രി ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് കോടിക്കണക്കിന് രൂപയുടെ പണം പകുതി കത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്നിരുന്നാലും ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്ത ധൻഖർ 3 ജഡ്ജിമാരുടെ സമിതി ഈ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും എന്നാൽ ഈ കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഈ 3 അംഗ ജഡ്ജിമാരുടെ കമ്മിറ്റിക്ക് ഏതെങ്കിലും നിയമപ്രകാരം അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഏതൊരു കേസിന്റെയും അന്വേഷണം ജുഡീഷ്യറിയുടെ അല്ല, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ പരിധിയിലാണ്. കമ്മിറ്റിക്ക് കൂടുതൽ ശുപാർശകൾ നൽകാൻ കഴിയും. ഈ സംഭവത്തിൽ ഓരോ ഇന്ത്യക്കാരനും വളരെയധികം ആശങ്കാകുലരാണ് എന്ന കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് നേരെ തിരിച്ചുവിട്ടിരിക്കുന്നത് ഉപരാഷ്ട്രപതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.